സുഹൃത്തുക്കൾക്കും വീട്ടുകാർക്കും മാത്രമല്ല നാട്ടുകാർക്കും ഒന്നടങ്കം ഒരു നടുക്കമായി മാറിയിരിക്കുകയാണ് ഈ വാർത്ത. നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഒരു വളരെ കുറച്ച് നാളുകളായിട്ട് മാത്രമാണ് ഇവിടെ താമസം തുടങ്ങിയത്. അവിടെയാണ് വീട്. അപ്പോൾ പിതാവ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. മാത്രമല്ല ഇവരുടെ കുടുംബ വീട് ഇതിനടുത്തായിട്ടാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. എന്തായാലും ആ വീട് അവിടെയായിരുന്നു അവർ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ഈ പ്രദേശം ആ കുട്ടിയുടെ വീടിരിക്കുന്ന പ്രദേശമാണ്. തീർച്ചയായിട്ടും ഇവിടെയുള്ള നാട്ടുകാരൊക്കെ ഒന്നടങ്കം വളരെ ദുഃഖത്തിലാണ് ഈ ഒരു വാർത്തയിൽ. തീർച്ചയായിട്ടും ഒരു ഇത്രയും പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയുടെ മരണ വാർത്ത വലിയൊരു ആഘാതം തന്നെയാണ് എല്ലാവരിലും ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരം അനുസരിച്ച് പരാതി പോലീസിന് കിട്ടി എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതായത് ഈ സൈബർ ബുള്ളിങ്ങുമായി സംബന്ധിച്ച് അതാണോ അതോ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിന് പരാതി നൽകി എന്നൊരു വിവരം നമുക്ക് കിട്ടുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ ഇനി അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ പെൺകുട്ടിയുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിൻ്റെ കേസെടുത്താണ് പോലീസ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ വന്ന സമയത്ത് പോലീസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ചില ഉറ്റവരൊക്കെ കാണാൻ വരുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. പെൺകുട്ടി ഈ ഡിപ്രഷനിലായിരുന്നോ എന്ന ഒരു സംശയമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു നടുക്കം തന്നെയാണ് ഈ വാർത്ത സൃഷ്ടിച്ചിരിക്കുന്നത്. ആത്മഹത്യ ശ്രമിച്ച് 2-3 ദിവസത്തിൽ വെന്റിലേറ്ററിലായിരുന്നു പെൺകുട്ടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു പെൺകുട്ടി ചികിത്സയിലായിരുന്നത്. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ആയിരുന്നു ഈ പെൺകുട്ടി ചികിത്സയിലായിരുന്നത്. അപ്പോൾ ഈ 2 ദിവസം മുന്നെയാണ് ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയത്. തീർച്ചയായിട്ടും ആ ഒരു മരണസമയത്ത് വലിയ രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതയും അതുപോലെ തന്നെ ദുർബലയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു രഹസ്യമൊഴി എന്ന രീതിയിലേക്ക് പോലീസിന് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നതും പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. കാരണം ഇനി മാതാപിതാക്കളുടെ പരാതി, അതിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന അന്വേഷണം, തീർച്ചയായിട്ടും അതിൽ മാത്രമേ എന്താണ് പെട്ടെന്നൊരു ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടതെന്ന യഥാർത്ഥ കാരണം അറിയാൻ ഇനി അങ്ങനെ ഒരു അന്വേഷണം നടത്തിയാലേ സാധിക്കുകയുള്ളൂ. അല്ലാതെ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും യാതൊരു രീതിയിലുള്ള ഒരു സൂചനകളും പോലീസിന് കിട്ടിയിട്ടില്ല. രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് അവസാനമായി പങ്കുവച്ച കുറിപ്പിലാണെങ്കിലും വ്യക്തമായ കാരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും അച്ഛനും അമ്മയും സഹോദരനും സന്തോഷമായിട്ടിരിക്കണം എന്നൊരു വരി മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. അതും പോലീസിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. പെൺകുട്ടിയിൽ നിന്നും ആ ഒരു കാരണം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. തീർച്ചയായിട്ടും ഇനി അന്വേഷണം പുരോഗമിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് കാരണം? സൈബർ ബുള്ളിങ് എന്ന് പറയുന്നുണ്ട്. പരീക്ഷയ്ക്ക് തോറ്റതാണോ അതോ ബന്ധം വിച്ഛേദിക്കപ്പെട്ടതാണോ? എന്താണ് കാരണം? ഇതൊക്കെ ഒരു സംശയം, ഒരു നിഗമനം എന്ന രീതിയിൽ മാത്രമാണ് നിൽക്കുന്നത്. യഥാർത്ഥ കാരണം എന്താണ്? പെട്ടെന്ന് എന്തുകൊണ്ട് മരണം തിരഞ്ഞെടുത്തു എന്ന ഒരു കാരണത്തിലേക്ക്, തീർച്ചയായിട്ടും ശരിയായ ഒരു കാരണത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അതിന് വിശദമായ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വളരെ വേദനയോടെയാണ് ഉറ്റവരും സുഹൃത്തുക്കളും ഒക്കെ ആയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഇതൊക്കെയാണ്. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ് ഈ പെൺകുട്ടി. ഒരുപാട് വീഡിയോസ് അതായത് ഇപ്പോൾ റിലേഷനെ സംബന്ധിച്ചിട്ടുള്ള അതിൽ നമ്മൾ പരാജയപ്പെടുമ്പോൾ വിഷമിക്കരുത്, അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് വീഡിയോസാണ് ഈ കുട്ടി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവയ്ക്കാറുള്ളത്. ഒരുപാട് വീഡിയോസ് നമുക്ക് ആ കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നോക്കിയാൽ അത്തരത്തിൽ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ബലപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഈ പ്രായത്തിലുള്ള പലരെയും ബലപ്പെടുത്തുന്ന തരത്തിലുള്ള പല വീഡിയോസുമാണ് ഈ കുട്ടി ചെയ്തിട്ടുള്ളത്. അതിലൊരു വീഡിയോ അത് അറം പറ്റിപ്പോയോ എന്ന തരത്തിലൊരു വീഡിയോ അതിൽ ഈ കുട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇടയ്ക്ക് ഈ ഇൻസ്റ്റഗ്രാം വീഡിയോയുടെ കൂട്ടത്തിൽ ചെയ്ത ഒരു വീഡിയോ അത് അറം പറ്റിപ്പോയോ എന്നൊരു സംശയം ഇപ്പോൾ ശക്തമാവുകയാണ്. അതായത് എന്തായാലും മരണം ഉറപ്പാ എന്ന് പറഞ്ഞ് ഒരു ഫണ്ണായിട്ടുള്ളൊരു വീഡിയോ ഈ പെൺകുട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു സുഹൃത്തൊപ്പമുണ്ട്. എന്നിട്ട് ആ സുഹൃത്തിനോട് ഇങ്ങനെയാണ് പെൺകുട്ടി പറയുന്നത്: നമ്മളുടെ ബന്ധം അധികകാലം നിൽക്കില്ല. അപ്പോൾ ആ സുഹൃത്ത് എന്താണെന്ന് ചോദിക്കുന്നു. ഞാൻ ഉടനെ തന്നെ മരിക്കും, കാരണം എനിക്ക് വയറുവേദനയാണ്. അപ്പോൾ ഞാൻ ഗൂഗിളിൽ തപ്പിയപ്പോൾ ഇന്ന ലക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട്, അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ മരിക്കും, എന്തായാലും ഞാൻ ഉടനെ തന്നെ മരിക്കും എന്ന ഒരു ഫണ്ണായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്കറിയാം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് ഫൺ വീഡിയോസൊക്കെ വരുന്നത് നമ്മളെല്ലാവരും കാണുന്നതാണ്. അത്തരത്തിലൊരു ഫണ്ണായിട്ടുള്ളൊരു വീഡിയോ ആണ് ആ പെൺകുട്ടി ചെയ്തത്. പക്ഷേ അതിൻ്റെ ഒരു ക്യാപ്ഷൻ എന്തായാലും മരണം ഉറപ്പാ എന്നൊരു ക്യാപ്ഷനായിരുന്നു ആ ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോയ്ക്ക് പെൺകുട്ടി നൽകിയത്. ആ ഒരു വാക്ക്, ആ ഒരു വീഡിയോ അറം പറ്റിപ്പോയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലൊരു അറം പറ്റിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു
ഇൻസ്റ്റഗ്രാം വീഡിയോ ഇപ്പോഴും ഇൻസ്റ്റഗ്രാമിലുണ്ട്. ആ വീഡിയോയ്ക്ക് കീഴിൽ വരുന്ന കമൻറ്റുകൾ, അയ്യോ പറഞ്ഞത് അറം പറ്റിപ്പോയല്ലോ എന്നതടക്കമുള്ള കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ അറം പറ്റിപ്പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത്യന്തം വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ് ഈ പെൺകുട്ടിയുടെ മരണം, ആത്മഹത്യ ചെയ്തത്. അത് തീർച്ചയായിട്ടും ആർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഇത്രയും ചെറിയ പ്രായത്തിൽ ആ ഒരു ആത്മഹത്യ, അത് ആർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഈ കുട്ടിയുടെ വിയോഗ വാർത്ത എന്ന് തന്നെയാണ്. ഇനി എന്താണ് ശരിക്കുമുള്ള കാരണം എന്നതുകൂടി അറിയേണ്ടതായിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ അത്തരത്തിലൊരു കാരണത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇൻസ്റ്റഗ്രാമിലെ ഇൻഫ്ലുവൻസർ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഒരുപാട് ഫോളോവേഴ്സിനും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിന് ഒന്നടങ്കം വളരെ നടുക്കമായി മാറിയിരിക്കുകയാണ് ഈ കുട്ടിയുടെ മരണം.